പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ മക്കളെ ഞാൻ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ ദൈവവേദനെ, നീ ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികളും കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പ് നടക്കുകയും നീ നടക്കേണ്ട വഴി നിനക്ക് ആലോചിച്ച് നൽകുകയും ചെയ്യുമ്പോഴേ നിൻ്റെ ആലോചനകളിലും ചിന്തകളിലും തീരുമാനങ്ങളിലുമെല്ലാം പരിശുദ്ധാത്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് ആപത്ത് വരുന്ന, നഷ്ടങ്ങൾ വരുന്ന, ഘട്ടങ്ങൾ വരുന്ന, കോട്ടങ്ങൾ വരുന്ന എല്ലാ ചിന്താഗതികളും തീരുമാനങ്ങളും കോയിൻസിഡൻസുകളും മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലം നീ എടുക്കേണ്ടി വന്ന എല്ലാ ആപത്തുകളും യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊണ്ട് ബന്ധിക്കുന്നു. കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. കർത്താവെ, ഇന്ന് നിൻ്റെ പുതുതായിട്ട്
നിൻ്റെ ജീവിതവൃത്തിക്കും മേൽഗതിക്കും വേണ്ടി നീ എടുക്കുന്ന തീരുമാനങ്ങൾ, പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും പുതിയ നല്ല ബന്ധങ്ങളിലേക്ക് ചെന്ന് ചേരുവാനും കർത്താവ് തന്നെ നിൻ്റെ ജീവിതം ക്രമീകരിച്ച് തരുവാനും കർത്താവിൻ്റെ നാമത്തെ നിന്നെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, നിൻ്റെ ഹോംവർക്കുകളാക്കി ഗൃഹപാഠങ്ങളായിട്ട് നീ മാറ്റി വച്ചിരിക്കുന്നത്, നീക്കി വച്ചിരിക്കുന്നത്, ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ, കണ്ടുമുട്ടേണ്ട വ്യക്തികൾ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്കും കണ്ടുമുട്ടേണ്ട വ്യക്തികൾക്കും കർത്താവിൻ്റെ കരുണയും കൃപയും നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖല തകർച്ചയിലാകുന്ന അവസ്ഥ, ജീവിത ചെലവ് പോലും എങ്ങനെ നിർവഹിക്കുന്നവർക്ക് വിഷമിക്കുന്നവർ, ജോലി സംബന്ധമായ പ്രതിസന്ധി കുടുങ്ങിയിരിക്കുന്നവർ, സർവീസ് സംബന്ധമായ പ്രതിസന്ധി കുടുങ്ങിയിരിക്കുന്നവർ, അതങ്ങനെയുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിൽ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ പരിപാലനയിൽ നിനക്ക് വിടുതൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മുടി കൊഴിഞ്ഞു പോകുന്നവരെയും മുടി കൊഴിഞ്ഞ പല പല കാരണങ്ങളാൽ ശരീരത്തിന് ത്വക്ക് രോഗമുള്ളവരെയും കർത്താവ് കാണിക്കുന്നു. അവിടെ മേലെല്ലാം കർത്താവ് വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വിട്ടു മാറാത്ത തലവേദനയും കണ്ണിന് കാഴ്ച മങ്ങുന്ന അവസ്ഥയും മൂക്കിന് ദശ വളരുന്ന അവസ്ഥയും അങ്ങനെയുള്ള എല്ലാ ആന്തരിക സിസ്റ്റുകൾ, പാങ്ക്രിയാസിൻ്റെ രോഗങ്ങൾ, കരരോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, അതുപോലെയുള്ള ആന്തരിക അവയവത്തിൻ്റെ രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തൊരു വിവാഹം താമസിക്കുന്നവർ, ചെയ്തുപോയി നടന്ന വിവാഹത്തിൻ്റെ മേലും പരസ്പരം അകന്നു താമസിക്കുന്നവരെല്ലാം ഐക്യപ്പെടുവാനും, മക്കളില്ലാത്തവരും ഗർഭിണികളായിട്ടുള്ള അമ്മമാരും ഗർഭസ്ഥ ശിശുക്കൾക്ക് പ്രയാസങ്ങളുള്ളവരും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവാൾ വലുതുകരം, ആണിപ്പുറത്ത് അത്ഭുതകരം, ഗർഭിണികളെ വയറിൽ കർത്താവ് സ്പർശിക്കട്ടെ. അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുവാനും, ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ച് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ വന്ന കർത്താവിന് നന്ദി പറയുവാനും ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ രോഗങ്ങൾ, നിൻ്റെ ഡോക്ടർ, നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടറിനെ ആശീർവദിക്കുന്നു. നീ കഴിക്കുന്ന മരുന്നിനെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പരീക്ഷകളെ ആശീർവദിക്കുന്നു. നിനക്ക് നിൻ്റെ റിസൾട്ടിനെ, വരാൻ പോകുന്ന റിസൾട്ടിനെ ആശീർവദിക്കുന്നു. നിൻ്റെ ഉപരി വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മേൽഗതിക്കുള്ള എല്ലാ യോഗ്യതകളും നേടുവാൻ, നിൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥ ഞാൻ നിനക്ക് ഉന്നതമായ വിജയം കൈവരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽക്കാനുള്ളവർ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വെക്കാനുള്ളവർ കർത്താവെ, അവരെല്ലാം അവരുടെ തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, എല്ലാ മേഖലകളിലും നീ നേരിടുന്ന ബന്ധനങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം അഴിഞ്ഞു മാറട്ടെ കൽപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരെ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷ ജീവിതമല്ല. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു അപേക്ഷ ജീവിതമല്ല. ചില അണ്ണന്മാരെങ്കിലും ദൈവത്തെ എന്തിനാണ് അപേക്ഷിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്ത് പ്രാർത്ഥിക്കാനാണ്? അത് അന്നു വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് അപേക്ഷ ജീവിതം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ രക്ഷപ്പെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ? വാക്കിൽ എനിക്കിഷ്ടപ്പെട്ട വാക്കാണ്, ദൈവത്തിരുസന്നിധി സമ്പന്നരായിരിക്കണമെന്ന്. ലുക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. അതാണ് അപേക്ഷക്ക് സൈന്യം എന്ന് പറയുന്നത്. എപ്പോഴും തനിക്ക് വേണ്ടി കിട്ടാൻ വേണ്ടി എപ്പോഴും ഇങ്ങോട്ട് കൊണ്ട്, ഇപ്പോൾ തൂമ്പ പോലെ വെട്ടി ഇങ്ങോട്ട് എടുക്കും. ദൈവത്തിനെ കാണുമ്പോൾ തന്നെ തൂമ്പ ഇടത്തിന് വിട്ടാത്തതാണ്. അതല്ല, അപ്പോഴും ജീവിതകാലം മുഴുവൻ ഇത് തന്നെയായിരുന്നു അഭ്യാസം. വേറെ ഒന്നും അറിയാൻ പാലാത്ത കൊണ്ടാണ്. അങ്ങനെയല്ല, ഒരു കോൺസെപ്റ്റാണത്. എന്താണ്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ്. എന്താണ്? നമ്മൾ ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നരായിരിക്കണമെന്ന്. അതായത് ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. ഒരു ദിവസം അവസാനിക്കുമ്പോൾ, ഇപ്പോൾ ദിനവൃത്താന്തമൊക്കെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ അത് ആ കണക്ക് പുസ്തകം പോലെ കാര്യം ഓവർ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് നമ്മൾ ഇവിടുത്തെ ബാലൻസ് എഴുതുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള പോലെ വരരുത്, ദൈവം ഇങ്ങോട്ട് തരാനുള്ള പോലെ വരണം. അങ്ങനെ ജീവിക്കുന്നതാണ് ദൈവത്തിരുസന്നിധി സമ്പന്നത എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ സമ്പന്ന ഈശോ തന്നെയായിരുന്നു. ഈശോ ഒരു സന്ധ്യയ്ക്ക് തൻ്റെ അവസാന ദിവസമില്ലേ, അവസാന ദിവസം രാത്രിയാകണ മുമ്പ് അവസാന ദിവസം സന്ധ്യയ്ക്ക് കർത്താവ് ഗെത്സേമനി മുട്ടുകുത്തുമ്പോൾ ഈ സമ്പന്നത പറയുന്നുണ്ട്. എന്താണ് പറയണത്? പിതാവേ, എൻ്റെ ദിനങ്ങൾ, ഭൂമിയിൽ എനിക്ക് കൽപ്പിച്ച് നൽകിയ ദിനങ്ങൾ, എൻ്റെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. അതാണ് സംഭവം. അപ്പോൾ എൻ്റെ ദിനങ്ങളെ ഞാൻ എൻ്റെ ദിനങ്ങളിൽ ഞാൻ
ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്ത് ചെയ്യണം ഇനി? ഇങ്ങോട്ട് തരണം. നീയാണ് ഇനി ചെയ്യേണ്ടത് കാര്യം. ഭയങ്കര അർത്ഥമല്ലേ? അതാണ് ക്രിസ്ത്യ ജീവിതം എന്ന് പറയണത്. അത് അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ, അതാണ് വിഷയം. ഇപ്പം ദൈവത്തോട് ഇപ്പം നമ്മൾ ചോറ് ചോദിച്ചാൽ നീ ചോറ് കൊണ്ടുപോയി, ഇനിയും ഞാൻ ചോറ് തരുമെന്ന് ദൈവം പറയത്തില്ല. നമ്മൾ ഭക്ഷണം ചോദിച്ചാൽ ഇനിയും ഞാൻ ഭക്ഷണം തരുമെന്ന് പറയത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങളാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. പണ്ട് ഈ കർത്താവ് ഇതുപോലെ ഗെത്സേമനി പോലെ ഒരു ഗെത്സേമനിയുടെ തന്നെ ആദ്യ ഗെത്സേമനിയുണ്ട്. എൻ്റെ ആത്മാവ് മരണകരമായ വേദന അനുഭവിക്കുന്നു, ഞാനെന്ത് പറയേണ്ടു, പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് മാറ്റണമേ, അത് ഈ മണിക്കൂറിലേക്കാണല്ലോ ഞാൻ വന്നത്. പാഷനെക്കുറിച്ച് കറക്റ്റ് കർത്താവ് ഫുൾ കോൺഷ്യസിലേക്ക് വരുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ പിതാവേ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് പറയും. അപ്പോൾ പിതാവ് പറഞ്ഞ വാക്കുണ്ട്, എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന്. അതാണ് ദൈവത്തിൽ നിന്ന് വീണ്ടും ദൈവം തരാൻ ആഗ്രഹിക്കുന്ന സാധനം മഹത്വമാണ്. അല്ല കഞ്ഞിയും ചോറും ജോലിയും PR-ഉം പെൻഷനും ഒന്നുമല്ല. ദൈവത്തിന് ഇനിയും നമുക്ക് തരാൻ ആഗ്രഹം. അതാണ് ടേക്ക് ഇവിടെ യോഹന്നാൻ 12:28. പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കേണ്ടത്. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം. അങ്ങനെ ജീവിച്ചു നോക്കിയേ. ഞാനൊക്കെ അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കുകയാണ്. താങ്ക് യു.